എന്നാൽ വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. 17-14 വാക്യം ഞാൻ വായിക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതിരാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. നമ്മൾ മലയാളത്തിൽ വേഗത്തിൽ ഈ വാക്യങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു അർത്ഥം വേണ്ടതുപോലെ മനസ്സിലാവുകയില്ല. എന്നാൽ ഇത് നമ്മളൊന്ന് നോക്കുക. ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? ഇവിടെ 3 പേരെ കുറിച്ചാണ് പറയുന്നത്. 3 പേരെ കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താ? ഒന്നെന്ന് പറയുന്നത് അവർ കുഞ്ഞാടിനോട് പോരാടും എന്ന് പറഞ്ഞ അവരെ കുറിച്ചാണ് ഒന്ന്. രണ്ടെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ കുഞ്ഞാടെന്നും കർത്താതി കർത്താവും രാജാതി രാജാവും എന്നും അവിടുന്ന് ജയിക്കുമെന്നും ഒക്കെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത് ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? മൂന്നാമത് നമ്മളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പ്രസക്തി. എന്താ നമ്മളെ പറഞ്ഞേക്കുന്നത്? നമ്മളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരും എന്നാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മളോട് ചേർന്നാണ് കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നത്? കർത്താവ് അവരെ ജയിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കുക, ഈ വാക്യം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അവർ കുഞ്ഞാടിനോട് പോരാടും. അവരെന്ന് പറയുന്നത് ആരാ? അത് ആരാണെന്ന് മുകളിൽ പറയുന്നുണ്ട്. എന്താ? അതിൻ്റെ 12-13 വാക്യങ്ങളിൽ ഈ അവരെന്ന് പറയുന്നത് ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് 10 രാജാക്കന്മാര് അധികാരം പ്രാപിക്കും. ഇവരൊരേ അഭിപ്രായമുള്ളവരാണ്. ഈ 10 രാജാക്കന്മാർ അവരുടെ ശക്തിയൊക്കെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കും? ഈ മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. ഈ മൃഗവും അവന്റെ കൂടെയുള്ള ഈ 10 രാജാക്കന്മാരും അടങ്ങുന്ന ഈ ഗ്രൂപ്പാണ് അവർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താ ഈ പറയുന്നതൊക്കെ? നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ ചിന്തിക്കാം. ഈ ദൈവമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു വിരുദ്ധ ചേരിയുണ്ട്. നോർത്ത് പോൾ ഉണ്ടെങ്കിൽ സൗത്ത് പോൾ ഉണ്ടെന്ന് പറയുന്ന പോലെ സത്യത്തിന്റെയും നീതിയുടെയും സ്നേഹത്തിന്റെയും ആൾ രൂപമായ കർത്താവുണ്ടെങ്കിൽ അതിൻ്റെ നേരെ എതിർവശത്ത് ആരുണ്ട്? എല്ലാ തട്ടിപ്പുകളുടെയും എല്ലാ ദുഷ്ടതയുടെയും എല്ലാ തിന്മയുടെയും മൂർത്തിമത് രൂപമായ ആരുണ്ട്? പിശാചുണ്ട്. ഈ പിശാച് ഇവിടെ ഈ അന്ത്യകാലത്ത് അവൻ മൃഗം എന്നൊരു വാക്കിലാണ് ഇവിടെ യോഹന്നാൻ ഇവിടെ പറയുന്നത്. ഈ മൃഗം എന്ന് പറയുമ്പോൾ അത് എതിർ ക്രിസ്തുവാണ്, ആന്റി ക്രൈസ്റ്റ്. പിശാചിന്റെ തന്നെ ആ നിലയിൽ ഉള്ള ഒരു വ്യക്തിത്വമാണ് ഈ ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, അന്തിക്രിസ്തു. ഈ എതിർ ക്രിസ്തു അവസാന കാലത്ത് എന്തോ ചെയ്യും? അവസാന കാലത്ത് ആകുമ്പോൾ അവൻ കുറച്ച് പാനിക്കാകും. എന്ന് വെച്ചാൽ ബൈബിളിലും അത് പറയുന്നുണ്ട്. ഇനിയും തനിക്ക് അല്പകാലമേ ഉള്ളെന്ന് അറിഞ്ഞുകൊണ്ട് പിശാച് എന്തുവോ? പിശാച് ആകെ തത്രപ്പാടില്ല. നോക്കുക, പിശാച് ഈ കാലഘട്ടത്തെ ഒക്കെ വിവേചിക്കുന്നവനാ, ബുദ്ധിയുള്ള ആളാ. അതുകൊണ്ട് അവൻ ഈ കാര്യത്തെയൊക്കെ നോക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞ പോലെ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഇനി അല്പകാലമേ ഉള്ളൂ. കർത്താവിന്റെ 2ാമത്തെ വരവിനും ലോകാവസാനത്തിനും ഒക്കെ അല്പകാലമേ ഉള്ളൂ എന്ന് അവൻ അറിഞ്ഞുകൊണ്ട് എന്തോ ചെയ്യും? അവന്റെ ജോലി വളരെ വേഗത്തില് പൂർത്തിയാക്കാനായിട്ടുള്ള തത്രപ്പാടിലായിരിക്കും ഈ എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു അല്ലെങ്കിൽ ഈ മൃഗം. അവനോടുകൂടെ ആരൊക്കെ ചേരും? ഈ ലോകത്തിലെ രാജാക്കന്മാരെന്ന് ഇവിടെ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ പറയാം, ഈ ലോകവും അതിൻ്റെ ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും ഒക്കെ ആരുടെ കൂടെ കൂടും? ഈ പിശാചിന്റെ കൂടെ കൂടും. ഇവര് ആർക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? കുഞ്ഞാടിനും അവന്റെ കൂടെ ഉള്ളവർക്കും. ഈ കുഞ്ഞാടെന്ന് പറയുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവിന്റെ കൂടെ ഉള്ളവരാരാ? പ്രിയമുള്ളവര്, നമ്മളാ.
വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായ നമ്മളെ പറഞ്ഞേക്കുന്ന കണ്ടോ, നമ്മളെ വിളിക്കപ്പെട്ടവര്, തെരഞ്ഞെടുക്കപ്പെട്ടവര്, വിശ്വസ്തര്. അപ്പോ രണ്ട് ചേരികൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഈ അന്ത്യകാലത്ത് പിശാച് എന്തോ ചെയ്യും? പിശാച് ഈ ലോകത്തെയും അതിൻ്റെ ഭരണാധികാരികളെയൊക്കെ ചേർത്ത്, ഈ ഭരണാധികാരികൾ, ഈ രാജാക്കന്മാർ, അവരുടെ അധികാരം കൂടെ ആർക്ക് കൊടുത്തെന്ന നമ്മളിവിടെ വായിച്ചത്? ഈ മൃഗത്തിന് കൊടുത്തു, പിശാചിന് കൊടുത്തു. പിശാചിന് കൊടുത്തിട്ട് ഈ പിശാചിന്റെ കൂടെ നിന്ന് ഇവരെന്ത് ചെയ്യും? പോരാടും. 14-ാമത്തെ വാക്യം, അവർ പോരാടും. അവരാരോടാ പോരാടുന്നത്? കുഞ്ഞാടിനോടാ പോരാടുന്നത്. കുഞ്ഞാടിനോടാ, കർത്താവിനോടാ പോരാടുന്നത്. കർത്താവിനോട് പോരാടുമ്പോ കർത്താവിന്റെ കൂടെ ആരുണ്ട്? കർത്താവിന്റെ കൂടെ നമ്മൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകണം. ഈ നമ്മളെയാണ് എന്ത് പറഞ്ഞേക്കുന്നത്? വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ നമ്മളെ കുറിച്ചാണ് എന്ന് നമ്മൾ കാണുക. നോക്കുക പ്രിയപ്പെട്ടവരെ, ഇതൊരു അന്ത്യകാലമാണ്. ഇത് ലോക സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കാലത്തേക്കാൾ പിശാച് ദൈവജനത്തിനും ദൈവത്തിനുമെതിരെ വലിയ നിലയിലുള്ള പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കർത്താവിനോട്, കുഞ്ഞാടിനോട് ചേർന്ന് നിൽക്കണം. കുഞ്ഞാടിനോട് ചേർന്ന് നിന്ന്, ഇതാ ഇവിടെ കണ്ടോ, അങ്ങനെ നിന്നിട്ട് ഇതിൻ്റെ അകത്ത് ആരാ ജയിക്കുന്നത്? രണ്ട് കൂട്ടർ തമ്മിലുള്ള പോരാട്ടമാണ്. പിശാചും അവന്റെ കൂടെയുള്ള 10 രാജാക്കന്മാരും, കുഞ്ഞാടിനോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരും. ഈ രണ്ട് കൂട്ടർ തമ്മിലുള്ള പോരാട്ടം. ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും? പ്രിയപ്പെട്ടവരെ, ഇത് നേരത്തെ തന്നെ വിജയം വ്യക്തമാക്കിയിട്ടുള്ള ഒരു പോരാട്ടം. അല്ലാതെ ഇതിൻ്റെ അകത്തൊരു എങ്ങനായി തീരും, ആരാ ജയിക്കുക എന്നൊരു ഉത്കണ്ഠ വേണ്ട. ആര് ജയിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? കുഞ്ഞാടിന്റെ കൂടെ ഉള്ളവർ ജയിക്കും. അത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലെ ഈ സംഭവങ്ങളും പിശാചിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആകുന്നല്ലോ ഇങ്ങനെ ആകുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചും നമ്മളിൽ ഒരാൾ പോലും പരിഭ്രാന്തരാകണ്ട. നമ്മൾ എവിടാ നിൽക്കുന്നത്? വിജയിച്ച ഒരു പോരാട്ടത്തിലെ വിജയിച്ച ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കുന്നത്. കണ്ടോ? ആ ഒരു ധൈര്യം നമുക്കുണ്ടാകണം. ഇന്ന് ഈ ലോകത്തിലെ ഓരോ സംഭവങ്ങളും വാർത്തകളും യൂട്യൂബിലെ ഓരോ കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ സഹോദരന്മാർ തന്നെ ചിലപ്പോൾ വിളിച്ചിട്ട് പറയുക, എങ്ങനെയാ കാര്യം, കണ്ടില്ലയോ, മറ്റിടത്ത് കണ്ടില്ലയോ, ഛത്തീസ്ഗഡിൽ കണ്ടില്ലയോ, മറ്റിടത്ത്. നമ്മുടെ സഹോദരന്മാർക്കൊക്കെ ഒത്തിരി എക്സ്പോഷർ ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ അറിയാം. അവിടെ കണ്ടില്ലയോ, മറ്റേത് കണ്ടില്ല, അത് കണ്ടില്ല, ബ്രദർ കേട്ടില്ലായിരുന്നോ എന്നൊക്കെയാ ചോദിക്കുന്നത്. പേടിക്കണ്ട സഹോദരിമാരെ, പേടിക്കണ്ട. നമ്മള് ജയിച്ച ഒരു ടീമിലാണ്. പോരാട്ടം ഇതേവരെ പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല, പക്ഷേ ജയം തീരുമാനമായിട്ടുണ്ട്. ആർക്കാ ജയം? കുഞ്ഞാടിനും അവന്റെ കൂടെയുള്ളവർക്കും. അവന്റെ കൂടെ നമ്മൾ നിന്നാൽ നമുക്കാണ് ജയം. അതുകൊണ്ട് ഈ പിശാചു കൊണ്ടുവരുന്ന ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഇതൊന്നും കണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. നമുക്ക് വളരെ വേഗത്തില് ഈ ഇതിലെ ഓരോ കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ 3 പേരെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് മൃഗവും അവന്റെ കൂടെയുള്ള ആളുകളും, അതാണ് ഒരു കൂട്ടര്. 2 കുഞ്ഞാട്. 3 നമ്മള് വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരും. ഈ 3 കൂട്ടരെ കുറിച്ച് നമുക്ക് വേഗത്തിൽ നോക്കുമ്പോൾ, ഇത് ഈ അന്ത്യകാലത്ത് എതിർ ക്രിസ്തു, അവൻ അല്പകാലമേ ഉള്ളെന്നറിഞ്ഞുകൊണ്ട് അവൻ ഈ ലോകത്തിന്റെ ഭരണാധികാരികളെയും അതിലെ ആ നിലയിലുള്ള ഭരണകൂടങ്ങളെയും നേതാക്കളെയും ഒക്കെ വശത്താക്കി അവർ ഒന്നിച്ച് നിൽക്കും. ഇതിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്ന കാണുമ്പം നമ്മൾ പേടിച്ചു പോകേണ്ട. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അതാണ് അവർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടെന്ന് പറയുന്നത് എന്താ? കുഞ്ഞാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവാണ്. കുഞ്ഞാടിന് വേറെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, കുഞ്ഞാടിനെ പിന്നെന്താ പറഞ്ഞേക്കുന്നത്? കർത്താതി കർത്താവും രാജാതി രാജാവും, ലോർഡ് ഓഫ് ലോർഡ്സ് ആൻഡ് കിങ് ഓഫ് കിങ്സ്. അങ്ങനാണ് കർത്താവ്. ഈ കർത്താവും ആണ് അവൻ. എന്താ? അവൻ ജയിക്കും, മറ്റവരെ ജയിക്കും. മൂന്നാമത്തെ കൂട്ടര് നമ്മളാണ്, വിളിക്കപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ, വിശ്വസ്തര്. ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ വേഗത്തില് ഈ കുഞ്ഞാടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം. ഈ കുഞ്ഞാടിനോട് ചേർന്നാണല്ലോ നമ്മൾ നിൽക്കേണ്ടത്. അതുകൊണ്ട് കുഞ്ഞാടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞാട് എന്ന ആ വാക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് ഓർത്തു പോകുന്ന ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു സ്നാനമേൽക്കാനായിട്ട് വരുമ്പോ യോഹന്നാൻ സ്നാപകൻ തന്നെ പറയുന്നു, 29, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ പറയുക, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിനെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ തന്നെ പറയുന്ന ഭാഗമാണിത്. ഈ കുഞ്ഞാട് എന്ന പ്രയോഗം എന്തിനെയൊക്കെ കാണിക്കുന്നു? ഒന്നെന്ന് പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ അന്ന് പറയുമ്പോ കേട്ടു നിന്ന് യഹൂദന്മാർക്ക് വളരെ വേഗത്തിൽ ഈ കാര്യം മനസ്സിലാകും. എന്താ മനസ്സിലാകുന്നത്? അന്ന് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അവരെന്ത് ചെയ്യണമായിരുന്നു? യാഗം കഴിക്കണമായിരുന്നു. യാഗം കഴിക്കാൻ അവർ പലപ്പോഴും കൊണ്ടുവരുന്ന ഒരു മൃഗമാണ് കുഞ്ഞാട്. കുഞ്ഞാടിന് അതിൽ തന്നെ കൊണ്ടുവരാൻ അവർക്കൊരു താല്പര്യം തോന്നും. എന്താ? കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും തന്നെ പ്രതിരോധിക്കുകയില്ല. സ്വയം വിട്ടുകൊടുക്കുന്ന, വളരെ ശാന്തമായ, വളരെ ശാന്തതയുള്ള, തന്നെ പ്രതിരോധിക്കാത്ത, മറ്റാരോട് യുദ്ധം ചെയ്യാത്ത, കടുവ എന്ന് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നും എന്തോ, അയ്യോ. എന്നാ കുഞ്ഞാടെന്ന് കേട്ടാലോ? കണ്ടോ വ്യത്യാസം? കണ്ടോ? യേശുവിനെ കുഞ്ഞാട് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ കുഞ്ഞാട് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിരിക്കുമ്പോ എന്തിനെ കാണിക്കുന്നു? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നു. അല്ലെങ്കിൽ ഈ യഹൂദൻ അവന്റെ പാപം പരിഹരിക്കാൻ വേണ്ടി ഈ കുഞ്ഞാടിനെയാണ് യാഗമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോ ഈ കർത്താവിനെ കുറിച്ച് കുഞ്ഞാടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് ഒന്ന് കാണിക്കുന്നത് അവിടുന്ന് പാപപരിഹാരം വരുത്തുന്നവനാണ് എന്നുള്ള കാര്യമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാരം കണ്ടെത്തിയിട്ടുള്ളവരാണല്ലോ. CFCയിലെ മീറ്റിങ്ങിന് 3 ആഴ്ച പോയാൽ നമ്മൾ സ്വർഗത്തിൽ പോകും എന്ന് വല്ലതും തെറ്റിദ്ധാരണയുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇവിടെ സ്തോത്രാഴ്ച ഒന്നും എടുക്കുന്നതായിട്ട് കാണാറില്ല. എന്നാലും ഇവിടെ ഒരു പെട്ടി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് 100 രൂപ കൊണ്ടിട്ടാ നമ്മുടെ കാര്യം ശരിയായി എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയുള്ള കർമ്മങ്ങളോ ആചാരങ്ങളോ ഒന്നും നമ്മളെ രക്ഷിക്കുകയില്ല. മറിച്ച് കുഞ്ഞാടിന്റെ പാപപരിഹാര ബലിയിൽ ലളിതമായ വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ, ആ നിലയിൽ ആശ്രയിച്ച്, കർത്താവേ, നീ എൻ്റെ പാപത്തിനായിട്ടാണ് കാൽവരി ക്രൂശിൽ 2000 വർഷം മുമ്പ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിച്ച് നമ്മുടെ ഇതേവരെയുള്ള ജീവിതത്തിന്റെ വഴികളെ വിട്ട് കർത്താവിനായിട്ട് തിരിയുന്നതാണ് എന്ത്? പാപപരിഹാരം വരുന്ന ആ രംഗം, ആദ്യത്തെ രംഗം. ഇതിനെയാണ് ബോണഗെയിന്നോ, വീണ്ടും ജനനമെന്നോ, രക്ഷയെന്നോ, വീണ്ടെടുപ്പെന്നോ ഒക്കെ പല പേരുകളിലൊക്കെ പറയുന്ന കാര്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പ്രാരംഭമായിട്ട് കുഞ്ഞാട് എന്ന വാക്കിനോടുള്ള ബന്ധത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വ്യക്തിപരമായിട്ട് ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ? അത് മറ്റൊരാൾക്ക് കാണാൻ ഒക്കുകയില്ല. നിങ്ങളുടെ തന്നെ ഹൃദയത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇതാ യോഹന്നാൻ സ്നാപകൻ താൻ പറയുന്നത്,
ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അവിടുന്ന് പാപപരിഹാരം വരുത്തുന്നവനാണ്. കുഞ്ഞാട് എന്ന ആ പദത്തിൽ നിന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് എന്താ? അവൻ പാപപരിഹാരം വരുത്തുന്ന കുഞ്ഞാടാണ്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണ്. ആ കുഞ്ഞാടിന്റെ അടുത്ത് ചെന്ന് ഞാൻ പാപപരിഹാരം വരുത്തിയിട്ടുണ്ടോ എന്ന് ഈ കുഞ്ഞാട് എന്ന പ്രയോഗത്തിൽ നിന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ, കുഞ്ഞുങ്ങൾക്ക് പോലും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. എന്താ അവിടെ നമ്മൾ കാണുന്നത്? മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് ചുറ്റുപാടുമുള്ള മതങ്ങളും ഒക്കെ പറയുന്നത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അത് ചെയ്താൽ മതി, എങ്ങാണ്ട് പോയി മുങ്ങി കുളിച്ചാൽ ഉടനെ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ഒത്തിരി പേര് മരിക്കുകയൊക്കെ ചെയ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് ഈ കുഞ്ഞാടിനെ ആ നിലയിൽ നമ്മൾ സ്വീകരിക്കണം, പാപപരിഹാരത്തിനായിട്ട് സ്വീകരിക്കണം. ചെറുപ്പക്കാരെ വാക്യം പറഞ്ഞത് കൊണ്ട് ആയില്ല. നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് ഈ കുഞ്ഞാടുമായിട്ട് ബന്ധപ്പെടണം. ഈ കുഞ്ഞാട് എന്ന പ്രയോഗം മറ്റൊരു കാര്യവും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെയാണ് കുഞ്ഞാടെന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, ആ സ്വഭാവം, ആ ശാന്ത സ്വഭാവം, താഴ്മയുള്ള ആ ഒരു രീതി, അത് കർത്താവിൻ്റെ സ്വഭാവത്തിൽ പ്രകടമായിരുന്നു. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നമ്മള് അവന്റെ ആ സ്വഭാവത്തോട്, കുഞ്ഞാടിന്റെ സ്വഭാവത്തോട് ചേർന്നവരായി ഇരിക്കണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കർത്താവിൻ്റെ സ്വഭാവം എന്താ? കർത്താവ് തന്നെ പ്രതിരോധിക്കുന്ന ആളല്ലായിരുന്നു. പീലാത്തോസ് പോലും അത്ഭുതപ്പെട്ടു പോയി. ഇവര് നിന്നെക്കുറിച്ച് എന്തെല്ലാം പറയുന്നു, നീ ഒരക്ഷരം മിണ്ടാത്തത് എന്താ? കർത്താവ് തന്നെ പ്രതിരോധിച്ചില്ല. ഒരു കുഞ്ഞാടിനെ പോലെ ശാന്തമായിട്ട് നിന്നു. അത് കേവലം പീലാത്തോസിന്റെ മുമ്പിൽ മാത്രമല്ല, ഈ 33.5 വർഷവും കർത്താവ് ആ നിലയിൽ തന്നെയാണ് ജീവിച്ചത്. തന്നിലൊരു തിന്മയോ പാപമോ എടുത്തു പറയാനായിട്ട് ഒരാൾക്ക് പോലും ഇല്ലായിരുന്നു. നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാമത്തെ വാക്യത്തില് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരു ഘട്ടത്തില് തന്റെ മുമ്പിലുള്ള ആളുകളോട് ഒരു വെല്ലുവിളി പോലെ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? നിങ്ങൾ കഴിഞ്ഞ 3.5 വർഷമെങ്കിലും എൻ്റെ കൂടെ തന്നെ രാവിലെയും വെളുപ്പിനെയും രാത്രിയിലും ഒക്കെ ഉണ്ടല്ലോ, ശിഷ്യന്മാരായിട്ടും എല്ലാം. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? എൻ്റെ വാക്കിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ എവിടെയെങ്കിലും ഇല്ല, ഒന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ളത് നീ കുഞ്ഞാട് തന്നെയാണ്, സ്വഭാവത്തിലും അങ്ങനെ തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞാടെന്നുള്ള രണ്ടാമത്തെ കാര്യം കർത്താവിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നു. അത് രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട സഭയിലെ അംഗങ്ങളായ നമ്മളോട് തരുന്ന സന്ദേശം എന്താ? നമ്മൾ അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നുണ്ടോ? നമ്മൾ ആ കുഞ്ഞാടിന്റെ കൂട്ടത്തിലുള്ളവരാണോ? നമ്മളെ കണ്ടാൽ ഇവൻ ഈ കുഞ്ഞാടിന്റെ കൂട്ടത്തിലുള്ളവരാണ് എന്ന് ഓഫീസിലുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് പറയുമോ? അതോ ഇവൻ എവിടുന്നാ വന്ന് കടുവായുടെ കുടുംബത്തിൽ നിന്ന് എങ്ങാണ്ടാണോ വന്ന് എന്നാണോ നമ്മളെക്കുറിച്ച് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാനിടയാകരുത്. ഇത് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് പോകണം. ഒന്ന്, ഞാൻ പറഞ്ഞു, കുഞ്ഞാടെന്ന പ്രയോഗം ലോകത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിട്ടുണ്ടോ? 2, ആ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന റോമർ 8:29 ആ കാര്യം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റമുണ്ടോ എന്നുള്ള കാര്യവും കുഞ്ഞാട് എന്ന വാക്കിനോട് ചേർന്ന് നമ്മളെ തന്നെ ചിന്തിക്കുക. കുഞ്ഞാടെന്ന് മാത്രമല്ലല്ലോ യേശുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ ആ വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോ ഇവിടെ എന്താ, കുഞ്ഞാടെന്ന് മാത്രമല്ല പറയുന്നത്, താൻ കർത്താതി കർത്താവും രാജാതി രാജാവുമാണ് എന്ന കാര്യം കൂടെ പറയുകയാണ്. ഈ കുഞ്ഞാടായിട്ടിരിക്കുന്ന കർത്താവ് എന്താ? സത്യത്തിൽ അവിടുന്ന് ആരാണ്? അവിടുന്നാണ് ദൈവം, അവിടുന്നാണ് കർത്താതി കർത്താവ്, അവിടുന്നാണ് രാജാതി രാജാവ്. ഈ കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം. നമ്മള് ആവർത്തന പുസ്തകത്തിലെ കർത്താവിനെ കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, 10:17. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാധിദേവനും കർത്താതി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. കണ്ടോ, നിങ്ങളുടെ ദൈവമായ യഹോവ. ഈ കുഞ്ഞാട് സത്യത്തിൽ ആരാ? ദേവാധി ദൈവവും കർത്താതി കർത്താവും, ലോർഡ് ഓഫ് ലോർഡ്സ് ആൻഡ് കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവും. ആ നിലയില് ദേവാധിദേവനും കർത്താതി കർത്താവും മാത്രമല്ല, വല്ലഭൻ ഭയങ്കരനുമായ മഹാദൈവമല്ലോ, ഔസം ഗോഡായിട്ട് ഒക്കെ ഇവിടെ പറയുന്നു. ഈ വലിയ ദൈവമാണ് കുഞ്ഞാടായിട്ടായിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇതിൽ നിന്ന് കർത്താതി കർത്താവും രാജാതി രാജാവും എന്ന് പറയുന്ന ഈ വാക്യം, അതുപോലെ തന്നെ ദാനിയേലിന്റെ പ്രവചനത്തിലും ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട്. ദാനിയേൽ 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തില് അവിടെ നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനോട് പറയുന്നുണ്ട്, നിന്റെ ദൈവത്തെക്കുറിച്ച്. നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനോട് പറയുക, ദാനിയേലെ, നിന്റെ ദൈവം ഉണ്ടല്ലോ, നിന്റെ ദൈവം എന്ന് പറയുന്നത് ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിന്റെ ദൈവം തന്നെ ദൈവാധി ദൈവവും രാജാതി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു. കണ്ടോ, ആവർത്തന പുസ്തകം 10:17 നമ്മൾ വായിച്ച ആ വാക്കുകളുടെ ഒരു പ്രതിധ്വനി പോലെയാണ് ദാനിയേൽ 2:47 ഒരു ബാബിലോന്യ രാജാവായ നെബൂഖദ്നേസർ ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നു. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മളോടുള്ള ബന്ധത്തിൽ ഇത് പറയട്ടെ. നമ്മള് ആരാധിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെ നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ കുഞ്ഞാട് കേവലം ആ കുഞ്ഞാട് എന്നുള്ള മട്ടിൽ മാത്രമല്ല, അവിടുന്ന് നമ്മുടെ ലോർഡ് ഓഫ് ലോർഡ്സ് ആണോ? നമ്മുടെ കർത്താതി കർത്താവാണോ? നമ്മുടെ കർത്തൃത്വം പൂർണ്ണമായിട്ട് ഈ കുഞ്ഞാടിന് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ രാജാവാണോ? നമ്മളെ ഭരിക്കുന്നത് ഈ കുഞ്ഞാടാണോ? ഈ കാര്യം കൂടെ നമ്മൾ നോക്കണം. ഇത് ലോകത്തോടുള്ള ബന്ധത്തിലോ അവിടുന്ന് മഹാദൈവമാണ്, അവിടുന്ന് ദേവാധിദേവനാണ്, കർത്താതി കർത്താവാണ്. അതുകൊണ്ട് ഈ കുഞ്ഞാട് ആണ് സത്യത്തിൽ എല്ലാത്തിനെയും, ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് സഹോദര സഹോദരി, നമ്മള് ഈ ചുറ്റുപാടും കാണുന്ന പല കാര്യങ്ങൾ കണ്ടിട്ടോ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന പ്രതികൂലമായ കാര്യങ്ങൾ കണ്ടിട്ടോ പേടിച്ചു പോകണ്ട. കാരണം നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ കുഞ്ഞാട് ആരാണ്? ഈ ലോകത്തിന്റെ മുഴുവൻ കർത്താതി കർത്താവും ദേവാതി ദേവനുമായ മഹാദൈവവുമാണ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ്. അങ്ങനെ ഒരു ദൈവത്തോടാണ് ചേർന്ന് നിൽക്കുന്നത് എന്ന ധൈര്യവും ഈ വാക്കുകൾ നമുക്ക് തരുന്നു. എന്ന് മാത്രമല്ല, ഈ ദൈവം എന്ത് ചെയ്യും? അവൻ ജയിക്കും. അവിടെ കണ്ടോ, നമ്മള് വെളിപ്പാട് 17:14 മടങ്ങി വരുമ്പോ അവിടെ നമ്മൾ കാണുന്നത് ഈ കുഞ്ഞാട് എന്ത് ചെയ്യും? തൻ്റെ കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായിട്ട് ഈ പിശാചിനെയും അവന്റെ ലോക ഭരണാധികാരികളെയും ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ അങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യമാണ് ഒടുവിലത്തെ വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
കർത്താവ് ഈ ലോകത്തെ ജയിച്ചവനാണ്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ഓ, അവിടുന്ന് പൗലോസ് 1 തീമോഥെയോസ് 6-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ഈ പഴയ നിയമത്തിൽ നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും വായിച്ച വാക്കുകളുടെ ഒരു പ്രതിധ്വനി പോലെ 1 തീമോഥെയോസ് 6-15-16 പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ. നോക്കുക, ഈ വലിയ ദൈവത്തിന്റെ കൂടെ നമ്മള്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2 കാര്യം ഇതിനോടുള്ള ബന്ധത്തിൽ. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ യേശു കർത്താതി കർത്താവും ദൈവാതി ദൈവനും ആണോ? അതോ കേവലം രക്ഷിക്കപ്പെട്ടതേ ഉള്ളോ? ചിലര് പറയല്ലേ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇന്ന ആണ്ട് ഇത്രാം തീയതി രക്ഷിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ചോദിക്കാം, നീ നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ കർത്തൃത്വവും ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? ഓ, അതൊക്കെ കൊടുക്കാൻ പോയ വലിയ പാടാ. അതൊക്കെ കൊടുക്കാൻ പോയ വലിയ പാടാ. നമ്മളിപ്പോ രക്ഷിക്കപ്പെട്ടല്ലോ, അതുകൊണ്ട് ഏതായാലും മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകുമെന്നാണല്ലോ ബൈബിൾ പറയുന്നത്. അത്രയൊക്കെ മതി. ഇതൊക്കെ മറ്റേത് അങ്ങനെയുള്ള വലിയ വലിയ ആഴമുള്ള ക്രിസ്തീയ ജീവിതമൊക്കെ നിങ്ങൾ മൂപ്പന്മാരോ വലിയവരോ ഒക്കെ നയിച്ചു, ഞങ്ങൾ ഇത്രയും ഒക്കെ മതി. അങ്ങനാണോ ഇവിടെ പറയുന്നത്? അവനെ എന്താക്കണം? രാജാതി രാജാവും കർത്താതി കർത്താവും ആക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ അവൻ അങ്ങനെ തന്നെയാണ്, കർത്താതി കർത്താവും രാജാതി രാജാവുമാണ്. അവൻ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെ ആക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം അവന് കൊടുത്തിട്ടുണ്ടോ? ലോർഡ്ഷിപ്പ്, അതിനെ നിയന്ത്രിക്കുന്നത് കർത്താവാണോ? നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റം, ഇതിനെ നിയന്ത്രിക്കാൻ കർത്താവിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ? അവിടുന്നാണോ നമ്മുടെ രാജാതി രാജാവ്? അവിടുന്നാണോ നമ്മുടെ രാജാവ്? ഈ കാര്യം നമ്മള് ഒരു പൂർണ്ണ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതുപോലെ തന്നെ ഈ രാജാതി രാജാവ് കർത്താതി കർത്താവ് എന്ന പ്രയോഗം നമുക്ക് ധൈര്യവും തരുന്നുണ്ട്. എന്താ ധൈര്യം തരുന്നത്? ഈ ലോകം എത്രയെല്ലാം എങ്ങനെയൊക്കെ പോയാലും ഇതിന്റെ മുഴുവൻ മഹാദൈവം ആരാണ്? ഈ കുഞ്ഞാട, ഈ കർത്താവ്. അവിടുന്നാണ് ദേവാതി ദേവനും രാജാതി രാജാവും. അതുകൊണ്ട് ഈ വാക്കുകൾ നമുക്ക് 1 ധൈര്യം തരുന്നു, 2 നമ്മളെ തന്നെ ശോധന ചെയ്യാനായിട്ടുള്ള ഒരവസരം തരുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ജയിക്കുകയും ചെയ്യും. ഇതിന്റെ യുദ്ധത്തിന്റെ അവസാന ഭാഗം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടോ. കർത്താവ് അത് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 16:33 നമ്മൾ വായിച്ചു. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കുഞ്ഞാട് ജയിച്ചു. അപ്പൊ കുഞ്ഞാടിന്റെ കൂടെയുള്ള നമ്മൾ ജയിക്കും. എന്നാൽ ഇവിടെ നമുക്കിനിയും നമ്മളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം. നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാ? നിങ്ങൾക്ക് അതിന്റെ തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ വീണ്ടും ഒന്നോടൊന്ന് തൊട്ടുപോകാം. 3 പേരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ആരാ? മൃഗവും ഈ ലോകത്തിന്റെ ഭരണാധികാരികളും. അവര് നമ്മളോടും കർത്താവിനോടും യുദ്ധത്തിലാണ്. പക്ഷേ അവസാനം നമ്മൾ ജയിക്കും. ഓക്കെ, അതാണ് അവരെ സംബന്ധിച്ച് പറയാനുള്ളത്. കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതോ, കർത്താവ് കുഞ്ഞാടാണ്. കുഞ്ഞാട് എന്ന ആ വാക്ക്, കർത്താവ് ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മരിക്കുന്ന ആ കുഞ്ഞാട്, പാപപരിഹാരം വരുത്തുന്നവനാണ് എന്നുള്ള കാര്യം കുഞ്ഞാട് എന്ന വാക്ക് കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ പാപപരിഹാരം നമ്മൾ നേടിയിട്ടുണ്ടോ? രക്ഷ നമ്മൾ നേടിയിട്ടുണ്ടോ? വീണ്ടും ജനനത്തിന്റെ അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? ഇതാണ് ഒരു കാര്യം നമ്മൾ ചോദിച്ചത്. 2, ഈ കുഞ്ഞാട് എന്ന പ്രയോഗം അവിടുത്തെ സ്വഭാവത്തെയും കാണിക്കുന്നു. ആ സ്വഭാവത്തിന് അനുരൂപരാകാൻ നമ്മളെയും വിളിച്ചിരിക്കുമ്പോൾ സഭയിലുള്ള നമ്മുടെ ജീവിതം കാലം കഴിയുന്തോറും അവന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിച്ചത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചിന്തിച്ചത്, അവിടുന്ന് രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവിടത്തേക്ക് കർത്തൃത്വം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? രാജാധികാരം നമ്മൾ കൊടുത്തിട്ടുണ്ടോ?
അതുപോലെ തന്നെ ലോകത്തിലെ പ്രശ്നങ്ങളെ ഒന്നും കണ്ട് പേടിക്കണ്ട. ഈ ലോകത്തിൻ്റെയും രാജാവും കർത്താവും അവിടുന്ന് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളോടുള്ള ബന്ധത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൂടെ വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മളോടുള്ള ബന്ധത്തിൽ പറഞ്ഞേക്കുന്നത് എന്താ? നമ്മളെ 3 പദം കൊണ്ടാ വിളിച്ചേക്കുന്നത്. എന്തൊക്കെയാ? തന്നോട് കൂടെയുള്ള, കർത്താവിനോട് കൂടെയുള്ള, കുഞ്ഞാടിനോട് കൂടെയുള്ള നമ്മളെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? വിളിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ. അതുപോലെ തന്നെ പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യം തെരഞ്ഞെടുക്കപ്പെട്ടവർ. മൂന്നാമത് പറഞ്ഞേക്കുന്നത് വിശ്വസ്തർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിളിക്കപ്പെട്ടവർ, അവിടുന്ന് നമ്മളെ വിളിച്ചു. 2, നമ്മളെ തെരഞ്ഞെടുത്തു. 3, നമ്മൾ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരുമായി അവരെ ജയിക്കും. മലയാളത്തില് കണ്ടോ, നമുക്ക് 3 കാര്യങ്ങളാ പറഞ്ഞേക്ക്: വിളിക്കപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ, വിശ്വസ്തരെ. പക്ഷെ ഇംഗ്ലീഷില് NIV നമ്മൾ വായിക്കുമ്പോൾ ഒരല്പം വ്യത്യാസമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താ അവിടെ കാണാനായിട്ട് കഴിയുന്നത്? അവിടെ പറയുന്നത് ഈ പറഞ്ഞ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായ അനുയായികളുമായി, ഫോളോവേഴ്സുമായി അവരെ ജയിക്കുമെന്ന്. അപ്പൊ കണ്ടോ, ഇവിടെ മലയാളത്തിൽ പറയാത്ത ഒരു കാര്യം കൂടെ ഇംഗ്ലീഷിലുണ്ട്. എന്തൊക്കെയാ? നമ്മൾക്ക് 4 പ്രത്യേകതകളാണ്. നമ്മൾ വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തർ, അതുപോലെ തന്നെ നമ്മൾ കർത്താവിൻ്റെ അനുയായികളാണ്. ആ കർത്താവിനെ പിൻഗമിക്കുന്നവരാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. NIV ബൈബിളില് അങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നാം ഫോളോവേഴ്സ് ആണ്, കർത്താവിൻ്റെ ഫോളോവേഴ്സ് ആണ്. പ്രിയപ്പെട്ടവരെ, ഇതിലെ ഓരോ വാക്കും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത് കാണുന്നത് വിളിക്കപ്പെട്ടവർ, 2 തെരഞ്ഞെടുക്കപ്പെട്ടവർ, 3 അങ്ങനെയുള്ളവർ വിശ്വസ്തരുമായിരിക്കണം. ഇതിനോട് ചേർത്ത് നമുക്ക് വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ സക്കായിയെ വിളിച്ച ഒരു രംഗം നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലാണ്, 19-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തില് യേശു കടന്നു പോകുമ്പോൾ സക്കായിന്ന് ഒരുവൻ ചെന്ന് എന്ത് ചെയ്തു? കർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടി മറഞ്ഞ് മേളില് ഒരു മരക്കൊമ്പേ കയറിയിരുന്നു. കർത്താവ് പക്ഷെ എന്തോ ചെയ്തു? കർത്താവ് കൃത്യം അവിടെ വന്നപ്പോൾ അവനെ വിളിക്കുന്നു. വിളിക്കുക മാത്രമല്ല, അവനെ ഒരു കാര്യത്തിനായിട്ട് തെരഞ്ഞെടുക്കുന്നു. അവനെ തെരഞ്ഞെടുത്തപ്പം അവൻ നിന്ന് ചില കാര്യങ്ങളിലെ തൻ്റെ വിശ്വസ്തത പ്രകടമാക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ, അവൻ എന്ന് പറയുന്ന ആരാ? കർത്താവായ യേശു ക്രിസ്തു. കർത്താവും ശിഷ്യന്മാരും എല്ലാം കൂടെ, പുരുഷാരും എല്ലാം കൂടെ നടന്നു വരുമ്പോൾ ഈ സക്കായി ഒളിച്ചിരുന്ന ആ മരക്കൊമ്പിന്റെ ചുവട്ടി വന്നപ്പോ കർത്താവ് എന്തോ ചെയ്തു? 5-ാമത്തെ വാക്യം, അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ എന്ന് വിളിച്ചു. നമ്മളെക്കുറിച്ച് വെളിപ്പാട് 1-ാമത് വായിച്ചത് എന്താ? വിളിക്കപ്പെട്ടവരാ. സക്കായിക്ക് എന്തോ കിട്ടി? വിളി കിട്ടി, പേര് പറഞ്ഞു വിളിച്ചു. സഹോദര സഹോദരി, എന്നെയും നിന്നെയും പേര് പറഞ്ഞാ വിളിച്ചേക്കുന്നത്. നമുക്കൊരു മുഖമില്ലാത്ത മനുഷ്യരല്ല. നമ്മൾ ഇന്ന് പാടിയ പാട്ടിലൊക്കെ പറയുന്നുണ്ട്, ലോക സ്ഥാപനം മുൻപ് എന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു നിൻ ജീവനെ തന്നല്ലോ എന്നൊക്കെ നമ്മൾ പാടി. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെ എന്ത് ചെയ്തു? വിളിക്കുകയും തെരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ തന്നെ വലിയവനായ ദൈവത്തിന് എന്നെയും നിന്നെയും അറിയാമായിരുന്നു. അന്ന് നമ്മൾ എന്ത് ആയിട്ടില്ല, നമ്മൾ രൂപപ്പെട്ടിട്ടില്ല, നമുക്കൊരു പേര് വന്നിട്ടില്ല. എന്നിട്ട് പോലും വലിയവനായ ദൈവത്തിന് അന്നേ നമ്മളെ അറിയാമായിരുന്നു. നമ്മളെ അവിടുന്ന് കണ്ടു, നമ്മുടെ പേരറിയായിരുന്നു, നമ്മുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി. ചിലര് പറയില്ലേ, കർത്താവിന് ഒരു തെറ്റ് പറ്റിയതാ, എന്നെ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ സഭയിലോട്ടൊന്നും വിളിക്കുകയില്ലായിരുന്നു, ഞാൻ അത്ര കുഴപ്പക്കാരനാ. സഹോദരൻ, അങ്ങനെ പറയല്ലേ. നീ എത്ര കുഴപ്പക്കാരനായാലും നിന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കുഴപ്പമെല്ലാം കർത്താവിന് അറിയാം. എന്നിട്ടും സക്കായി മെച്ചപ്പെട്ട ആളായിരുന്നു? അല്ല, കുഴപ്പക്കാരൻ തന്നെ ആയിരുന്നു. എല്ലാവരും അത് കണ്ടിട്ട് പറഞ്ഞു, ഈ പാപിയായ മനുഷ്യനോട് കൂടാണോ പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ
അവിടെ അവിടെ ഒരു ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ സക്കായിക്ക് 0 വോട്ട് മാത്രം കിട്ടുന്ന പോപ്പുലാരിറ്റി ഉള്ള ആളാണ് സക്കായി. പക്ഷെ ആ സക്കായിയെ കൃത്യം അവിടെ വന്നിട്ട്, സക്കായി സഹോദര സഹോദരി പേടിക്കല്ലേ, വിഷമിക്കല്ലേ. നീ നിന്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടിട്ട് ദൈവം എന്നെ പേര് ചൊല്ലി വിളിക്കുകയില്ല എന്ന് കരുതരുത്. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു, സക്കായിയെ എന്ന് വിളിക്കുന്നു. ഇവിടെ ഇതാ വിളിക്കപ്പെട്ടവൻ സക്കായി വിളിക്കപ്പെട്ടവനാണ്. രണ്ടാമത് കർത്താവ് അവനെ ഒരു കാര്യത്തിന് തെരഞ്ഞെടുക്കുക. വേഗം ഇറങ്ങി വാ. 19 ലൂക്കോസ് 19:5. വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കർത്താവ് പാർക്കാനുള്ള വീടായിട്ട് സക്കായിയുടെ വീടിനെ കർത്താവ് തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മളെ വിളിക്കുക മാത്രമല്ല, വിളിച്ച് നമ്മളെ അവിടുത്തെ മക്കളാക്കി തീർത്ത് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യാനായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തതാണ്. നോക്കുക, കർത്താവ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇത്രയും സക്കായിക്ക് വേണ്ടി ചെയ്തപ്പോ സക്കായി എന്തോ ചെയ്തു? അതിനോട് ചേർന്ന് നമ്മൾ കാണാൻ കഴിയും. ഈ സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം പറഞ്ഞു, എന്താ പറഞ്ഞു? അവനെ പാപിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ പാർക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോ അതിന്റെ 8ാമത്തെ വാക്യം, സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, ഞാൻ എൻ്റെ ഇതേവരെ കാണിച്ച തട്ടിപ്പുകൾക്കൊക്കെ ക്രമീകരണം ഇന്നു മുതൽ വരുത്തുന്നു എന്ന് അവൻ പറഞ്ഞ് അവൻ സ്വയം വിശ്വസ്തനാണെന്ന് പ്രൂവ് ചെയ്യുന്നു, തെളിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കാര്യം ഉണ്ടാവണം. നമ്മളെ കർത്താവ് പേര് പറഞ്ഞു വിളിച്ചു. കർത്താവ് നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തു. ശരിയാണ്. പക്ഷേ അതെല്ലാം കർത്താവ് ചെയ്ത കാര്യം. ആ ഒരു അടിത്തറയിൽ നിന്നോട്ട് സക്കായി ചെയ്ത കാര്യം എന്താ? സക്കായി താൻ ദൈവത്തിന്റെ വിളിക്കും തെരഞ്ഞെടുപ്പിനും യോഗ്യനാണ് എന്ന്, താൻ വിശ്വസ്തനാണെന്ന് തെളിയിച്ചു. തൻ്റെ ഇതേവരെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. താൻ തെറ്റായിട്ട് വാങ്ങിയതൊക്കെ മടക്കി കൊടുക്കുകയും 4 മടങ്ങ്, അതൊക്കെ ദൈവവചനത്തില് പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് സക്കായി ചെയ്യുന്നത്. താന് എന്തോ വേണമെന്നുള്ളത് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവര് 4 മടങ്ങ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നോക്കുക. നമുക്കിതൊന്നും എടുത്ത് വായിക്കാൻ സമയമില്ല. 2 ശമൂവേൽ 12:6 നോക്കുക. ചതിവായിട്ട് വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കണം. 2 ശമൂവേൽ 12:6 പുറപ്പാട് 22:1 നമ്മൾ കാണുന്ന കാര്യമാണ്. സക്കായിക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അവൻ പറയുന്നു, കർത്താവേ, ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്കാം. കാര്യം ക്രമീകരിക്കുക. അവൻ വിശ്വസ്തനാണെന്ന് തെളിയിക്കുക ചെയ്യുന്നത്. നമ്മളും നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും ആ 2 കാര്യം ദൈവം ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസ്തരാണെന്ന് നമ്മൾ തന്നെ പ്രൂവ് ചെയ്യണം. നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യും? നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കണം. കാര്യങ്ങൾ ക്രമീകരിക്കണം. മാത്രമല്ല, 4ാമതൊരു കാര്യം, മലയാളം ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യം കൂടെ ഇംഗ്ലീഷ് ബൈബിളിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വിളിക്കപ്പെട്ടവനും തെരഞ്ഞെടുക്കപ്പെട്ടവനും വിശ്വസ്തനും മാത്രമല്ല, അവനെ അനുഗമിക്കുന്നവനും കർത്താവിനെ പിന്തുടരുന്നവരും നാം ആയിരിക്കണം. കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ ശിഷ്യനായിരിക്കുക. ഗുരുവിനെയാണ് ശിഷ്യൻ അനുഗമിക്കുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാമത്തെ വാക്യമാണ് നമ്മൾ പറയുന്നത്, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവരെല്ലാം ഗുരുവിനെ പോലെയാകും. ശിഷ്യൻ എന്ത് വേണം? അനുഗമിക്കുന്നവൻ എന്ത് വേണം? മുൻപിൽ നടക്കുന്നവനെ അതുപോലെ പിൻപറ്റണം. അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകണം. അവൻ പോയ വഴിയിലൂടെ തന്നെ പോണം.
അവൻ കാണിച്ച മാതൃക നമ്മൾ സ്വീകരിക്കണം. 1 പത്രോസ് 2:21 വാക്യമാണ്. നമുക്ക് ആ വാക്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. 1 പത്രോസ് 2:21 എന്താ പറയുന്നത്? നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഫോളോ ചെയ്യുന്ന ആള് മുൻപിൽ നടക്കുന്ന ആളിന്റെ കാൽച്ചുവട് പിന്തുടരണം. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ നമുക്കറിയാം. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരായിരിക്കണം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നു. നോക്കുക, എത്ര വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. കർത്താവ് എങ്ങനെയാ ഈ ഭൂമിയിൽ നടന്നത്? യേശുവിനെ നമ്മൾ മാതൃകയാക്കിയിട്ടുണ്ടോ? യേശു നടന്നതുപോലെ നടക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മളെ വിളിച്ചത് എന്ന ബോധ്യം നമുക്കുണ്ടോ? വിളിക്കപ്പെട്ടവരാണ്, അത് നമുക്കറിയാം. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അതറിയാം. സക്കായിയെ പോലെ നമ്മൾ ചില കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിശ്വസ്തരാണ്, സഭയിൽ കൃത്യമായിട്ട് വരുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അവന്റെ അനുയായി തന്നെയാണോ? അവന്റെ ഫോളോവർ ആണോ? അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നവരാണോ? അവന്റെ മാതൃകയെ ആ നിലയിൽ പിൻപറ്റുന്നവരാണോ? അതുകൂടെ ആയിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ കാര്യം എങ്ങനെയുണ്ട്? അവനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം വളരെ വേഗത്തിൽ ഞാൻ അതോടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിലാ കർത്താവിനെ അനുഗമിക്കാൻ നിങ്ങൾക്ക് താല്പര്യം? ചുമ്മാതെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും കർത്താവ് സന്തോഷിച്ച രംഗത്ത്, കർത്താവ് ചിരിച്ച രംഗത്തൊക്കെ കർത്താവിനോടൊപ്പം ചിരിക്കാനും സന്തോഷിക്കാനും എനിക്ക് താല്പര്യം. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ബൈബിളിൽ ഒരിടത്തും യേശു ചിരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. യേശു ചിരിച്ചു, അത് കേട്ട് യേശു ചിരിച്ചാറേ എന്നൊരു വാക്കില്ല. യേശു ചിരിച്ചതായിട്ട് ബൈബിളിൽ ഒരു വാക്കില്ല. എന്നാൽ അതിൻ്റെ നേരെ എതിരായ കാര്യമുണ്ട്. എന്താ? കരഞ്ഞു എന്നുണ്ട്. അപ്പോ യേശുവിന്റെ ചിരിയുടെ കൂടെ ചിരിക്കാൻ ആരെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് യേശു കരഞ്ഞു എന്ന് പറഞ്ഞ രംഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. മൂന്നിടത്താണ് ബൈബിളിൽ യേശു കരഞ്ഞു എന്ന് പറയുന്നു. നോക്കുക, നമ്മള് അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുക, അവൻ ചെയ്തത് അതുപോലെ ചെയ്യുക. അപ്പോ യേശു കരഞ്ഞു എന്ന് പറയുന്ന ആ 3 രംഗങ്ങൾ ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. എന്താ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാ. ഏതാ? ലാസറിന്റെ കല്ലറയ്ക്കല് യേശു കരഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 11:35 യേശു കണ്ണുനീർ വാർത്തു. കുഞ്ഞുങ്ങൾക്ക് വരെ കാണാതെ അറിയാവുന്ന കൊച്ചു വാക്യം, യേശു കണ്ണുനീർ വാർത്തു. അതാണ് യേശു കരഞ്ഞതായിട്ട് പറഞ്ഞ ഒരു രംഗം. രണ്ടാമതൊരു രംഗം ലൂക്കോസിന്റെ സുവിശേഷം 19:41. 19:41 ലൂക്കോസ് 19:41. അത് കർത്താവ് ആ നഗരത്തിലേക്ക് വരുമ്പോൾ, യെരൂശലേമിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസ്ഥയെ കണ്ടിട്ട്, അതിൻ്റെ ആത്മീയ അവസ്ഥയെ കണ്ടിട്ട് അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതാണ് കർത്താവ് കരഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത് കർത്താവ് കരഞ്ഞു എന്ന് പറയുന്ന ഏതെങ്കിലും ഭാഗമുണ്ടോ? സുവിശേഷങ്ങളിൽ അങ്ങനെ ഒരു ഭാഗമില്ല. പക്ഷെ എബ്രായ ലേഖനത്തിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നോക്കുക. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു കരഞ്ഞു എന്ന് പറയുന്ന മൂന്നാമതൊരു ഭാഗമാണ്. കണ്ടോ? അത് കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യം ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് എന്ന് പറഞ്ഞ് കർത്താവിനെ കുറിച്ച് തന്നെ പറഞ്ഞത്. എന്നിട്ട് കർത്താവ് കണ്ണുനീരോടെ നിലവിളിയോടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു എന്നാ പറയുന്നത്. എന്താ ഈ കർത്താവ് ഈ കരഞ്ഞു എന്ന് പറയുന്ന ഈ 3 രംഗങ്ങളിൽ ഈ മൂന്നാമത്തെ രംഗം, ആ കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം.
നേരത്തെ പറഞ്ഞ രണ്ട് കാര്യവും അന്നത്തെ കാലഘട്ടത്തോട് ബന്ധപ്പെട്ടതാണ്. ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗം, അല്ലെ ലാസർ മരിച്ചു 4 നാളായി ആ രംഗം, അതിനോട് നമുക്കിനിയിപ്പം ചേരാനായിട്ടൊക്കുകയില്ല. അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന യെരുശലേം നഗരത്തെ നോക്കി യേശു കരഞ്ഞത്. പക്ഷെ ഈ കരച്ചിലെന്ന് പറയുന്നത് ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇവിടെ ഏതാ ഈ രംഗം? പലരും വിചാരിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ, അല്ലെങ്കിൽ കാൽവറി ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് ഗെത്സമന തോട്ടത്തിലൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ രംഗം വല്ലതുമായിരിക്കും. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണേ എന്ന് യേശു പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? യേശു പറഞ്ഞു, ഗെത്സമന തോട്ടത്തിൽ വെച്ച് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി തരണം. ഈ കാൽവറി ക്രൂശിലെ മരണം അത് കഴിയുമെങ്കിൽ നീക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് അത് പിതാവിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അപ്പം മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുമ്പോൾ കാൽവറി ക്രൂശിലെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കണ്ടോ, അതിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് അപേക്ഷ അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ മരണത്തിൽ നിന്ന്, കാൽവറി ക്രൂശിലെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അതിനുത്തരം ലഭിച്ചില്ലല്ലോ. അപ്പോൾ അതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറിച്ച് എന്തിനു വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്? അതും കേവലം അവസാന നിമിഷങ്ങളിൽ ഗെത്സമന തോട്ടത്തിലോ കാൽവറി ക്രൂശിലെയോ മരണമാണോ? അല്ല. ഇവിടെ പറയുന്നു, ഐഹിക ജീവിതകാലത്ത്, ഇൻ ദ ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ്, ഈ ലോക ജീവിതത്തിന്റെ നാളുകളിലെല്ലാം യേശു എന്ത് ചെയ്തു? ഉറച്ച നിലവിളിയും കണ്ണുനീരും പ്രാർത്ഥനയും യേശുവിനുണ്ടായിരുന്നു. ആ ഉറച്ച നിലവിളിയും കണ്ണുനീരും പ്രാർത്ഥനയും എന്തിനായിരുന്നു? പലപ്പോഴും യേശു ചിലപ്പോൾ ശിഷ്യന്മാരുടെ കൂടെ കഴിയുമ്പം യേശു നിർജ്ജന പ്രദേശത്തേക്ക് പോകാറുണ്ട്. എന്തിനാ? ഒരു പക്ഷേ തൻ്റെ കരച്ചിലും നിലവിളിയും മറ്റു പലരും കേൾക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും യേശു നിർജ്ജന പ്രദേശത്തേക്ക് പോയി. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യമൊക്കെ നോക്കിയാൽ യേശു നിർജ്ജന പ്രദേശത്തേക്ക് പോയി. കാരണം തൻ്റെ ഈ നിലവിളി മറ്റാരും കേൾക്കാൻ കർത്താവിന് താല്പര്യമില്ല. വ്യക്തിപരമായ കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് യേശു കണ്ണുനീർ വാർത്തത്, അല്ലെങ്കിൽ നിലവിളിച്ചത്, അല്ലെങ്കിൽ അപേക്ഷ അഭയാചനയെ കഴിച്ചത്? പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ പറയാം, വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം. അതായത് കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും താന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ നമുക്ക് തുല്യനായിട്ട് അവിടുന്ന് വന്നു എന്ന് വെച്ചാൽ തനിക്ക് ഒരു മാനുഷികമായ ഇച്ഛയും താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. ആ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ താല്പര്യത്തിനനുസരിച്ച് ദൈവഹിതത്തിൽ നിന്ന്, പിതാവിന്റെ ഹിതത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ അതിനുവേണ്ടി ഒരു പുള്ള് തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. കാര്യം, താന് മനുഷ്യത്വത്തിലാണ് ഈ ഭൂമിയിലായിരുന്നത്. പൂർണ്ണ ദൈവമായിരുന്നു, അപ്പോൾ തന്നെ താൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യത്വത്തിൽ തനിക്ക് എന്തുണ്ടാകാമായിരുന്നു? തൻ്റെ സ്വന്തം ഇഷ്ടം, അതിനെ മുറുകെ പിടിച്ചിട്ട് ദൈവേഷ്ടത്തെ മറികടക്കാനുള്ള ഒരു സാധ്യത, അതിനുള്ള അവസരം യേശുവിനുണ്ടായിരുന്നു. പക്ഷെ യേശു എന്ത് ചെയ്തില്ല? ഒരിക്കൽ പോലും നമ്മൾ പറയാറുള്ളത് പോലെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനോഭാവം കൊണ്ടോ പിതാവിന്റെ ഹിതത്തിനെതിരായിട്ട് താൻ ഒന്നും ചെയ്ത് ഒരു പാപത്തിൽ വീണുപോയില്ല. പക്ഷെ പാപത്തിന്റെ ആ വലി തനിക്ക് തിരിച്ചറിയാമായിരുന്നു. താൻ ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിച്ചത്. ദൈവത്വത്തിന്റെ പരീക്ഷിക്കപ്പെടാതിരിക്കാനുള്ള അവകാശങ്ങൾ ഉരിഞ്ഞു വെച്ചാണ് താൻ ഈ ഭൂമിയിൽ വന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ചിന്തിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ താൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവേഷ്ടത്തിനെതിരായിട്ട് ഒരു കാര്യം ചെയ്താൽ എന്തായിപ്പോയി? മരണത്തിൽ വീഴുകയാണ്. ഏത് മരണം? ശാരീരികമായ മരണമല്ല, ആത്മീയ മരണം.
എന്ന് വെച്ചാൽ ഒരു പാപത്തിൽ വീണു പോകും. അത് സംഭവിക്കാതിരിക്കാൻ യേശു എന്ത് ചെയ്തു? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ തൻ്റെ ഐഹിക ജീവിതകാലം ആ നിലയിൽ കഴിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്? നമ്മള് ഈ കർത്താവിനെ പിൻഗമിക്കണം. ഈ കർത്താവിനെ പിൻഗമിക്കണം. നമ്മളെ കർത്താവിൻ്റെ അനുയായികളായിട്ട്, കർത്താവിനെ അനുഗമിക്കുന്നവരായിട്ട് നമ്മൾ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവേ, എൻ്റെ ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്യാനിടയാകരുത്. നിന്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ദൈവമേ ഞാൻ തെറ്റായ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാനിടയാകരുത്. ഒരു അസൂയയോ കയ്പോ പകയോ ഒക്കെ കൊണ്ട് നടന്നാൽ, അതിനെ താലോലിച്ചാൽ, അതിനെ മുറുകെ പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യുക? ഒരു മരണത്തിൽ വീഴുകയാണ്. ഏത് മരണം? ആത്മീയ മരണം. ഈ ആത്മീയ മരണത്തിൽ വീഴാനുള്ള അതേ പ്രലോഭനങ്ങൾ യേശുവിൻ്റെ മുമ്പിലും ഉണ്ടായിരുന്നു. പക്ഷെ യേശു എന്ത് ചെയ്തു? ആ മരണത്തിൽ വീഴാതെ തന്നെ തന്നെ കാത്തു. എങ്ങനെ? പിതാവിനോട് കണ്ണുനീരോടെ അപേക്ഷയും അഭയയാചനയും കഴിച്ച് അങ്ങനെ മരണത്തിൽ നിന്ന് താന് രക്ഷപ്പെട്ടതായിട്ടാണ്, തനിക്ക് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തതായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടെങ്കിൽ, യേശുവിനെ അനുഗമിക്കാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാര്യത്തിലും യേശുവിനെ അനുഗമിക്കുന്നവരായി നമ്മളായിരിക്കണം. നോക്കുക, നമ്മൾ പറഞ്ഞു വന്ന വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോ, വെളിപ്പാട് പുസ്തകം 18:14 വാക്യത്തിൽ വിളിക്കപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ, വിശ്വസ്തരെ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞു അനുയായികൾ, ശിഷ്യര്. ഈ ശിഷ്യത്വത്തിന്റെ വഴിയിൽ നമ്മൾ എന്ത് ചെയ്യണം? യേശു ജീവിച്ചതുപോലെ വിജയകരമായ ഒരു ജീവിതം നമ്മൾ എന്ത് വെക്കണം? ലക്ഷ്യം വെക്കണം. അങ്ങനെ ലക്ഷ്യം വെക്കാൻ എത്ര വാക്യങ്ങൾ നമ്മൾ കണ്ടു. 1 പത്രോസിൽ തന്നെ നമ്മൾ കണ്ടു. അവന്റെ ആ മാതൃക പിന്തുടരണം. യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. യോഹന്നാൻ 2-ാം അധ്യായത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ആളുകളോട് കയ്പും പകയും അസൂയയും തെറ്റിദ്ധാരണയും ഒക്കെ കൊണ്ട് നടക്കുകയും അതൊന്നും സാരമില്ല എന്ന് വിചാരിക്കുകയും ചെയ്താൽ അത് ശരിയല്ല. നമ്മളെ എന്തിനാ വിളിച്ചേക്കുന്നത്? കുഞ്ഞാടിന് എങ്ങനെയാ ജയിക്കാൻ ഒക്കുന്നത്? കുഞ്ഞാടിന് ജയിക്കാൻ ഒക്കുന്നത് ഈ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരും തന്നെ അനുഗമിക്കുന്നവരുമായ ആളുകളെ ചേർത്തുകൊണ്ടാണ് കുഞ്ഞാടിന് ജയിക്കാൻ ഒക്കുന്നത്. സഹോദര സഹോദരി, കുഞ്ഞാടിനെ ജയിപ്പിക്കുന്നവരാണോ നമ്മൾ, അതോ കുഞ്ഞാടിനെ തോൽപ്പിക്കുന്നവരാണോ? ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, നമ്മള് ആ കുഞ്ഞാടിനെ ജയിപ്പിക്കുന്നവരായിരിക്കണം. യേശുവിനെ നോക്കി ജീവിക്കാനാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. എബ്രായർ 12:1-2 വാക്യങ്ങൾ നമുക്കറിയാം. യേശുവിനെ നോക്കി അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരാനാണ് നമ്മളെ വിളിക്കുമ്പോ യേശുവിനെ പോലും ഈ പാപപ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ കണ്ണുനീരോട് അപേക്ഷയും അഭയയാചനയും കഴിക്കണമെങ്കിൽ നമുക്ക് എത്രത്തോളം അത് ആവശ്യമാണ്. യേശു അത് ചെയ്തതായിട്ടാണ് എബ്രായർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. യേശു കരഞ്ഞ 3 സന്ദർഭങ്ങളിൽ ഈ 3-ാമത്തെ സന്ദർഭത്തിൽ യേശുവിനെ അനുഗമിക്കുന്നവരായി നമുക്കായിരിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേർക്ക് താല്പര്യമുണ്ട്?